ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾക്ക് പരിഹാരമാകുന്നു. മത്സ്യത്തൊഴിലാളികൾ അവരുടെ വഞ്ചികൾ കെട്ടിയിടുന്ന അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് പ്രദേശത്ത് സോളാർ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കാൻ ജനകീയ സമിതിയിൽ തീരുമാനമായി. 1 മാസത്തിനുള്ളിൽ ഇവ രണ്ടും സ്ഥാപിക്കും എന്നാണ് തീരുമാനം. ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വേണ്ടി ഡ്രഡ്ജ് ചെയ്ത് നികത്തിയ കരഭൂമിയിൽ നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്നതിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയിലും യോഗത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നു. അത് ആരായാലും, മണൽ മാഫിയല്ല, വേറെ ഏതായാലും, ഇപ്പോൾ പോർട്ട് ഓഫീസറായാലും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥരായും അതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും തണലിലല്ല നമ്മളാരും ജീവിച്ചു വന്നത് ഇതുവരെ, അല്ലേ? ഇതിനൊക്കെ മുറിച്ച് കടന്നും മറികടന്നും ഉള്ള ഒരു ജനകീയ ശക്തി എന്നുള്ള നിലക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ നടക്കും. പോലീസ് ആ പണി ചെയ്തില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ആ പണി ചെയ്യിക്കാൻ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ നേതൃത്വമുണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്, സർക്കാരുണ്ട്, അതവർ ചെയ്യും. പോർട്ട് ഓഫീസർ ഞാൻ അഴിമതി നടത്തും, നിങ്ങൾ പറ്റുകയാണെങ്കിൽ പിടിപ്പിച്ചോളാനൊക്കെ പറയുന്ന ആ രീതി തുടരുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ ഇന്നുണ്ടാകും എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നിഷ്ടപ്രകാരം എനിക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് നടപ്പിലാവില്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ വള്ളത്തിനും വലക്കും അതേപോലെ തന്നെ എൻജിനും ഒക്കെ സുരക്ഷിതത്വം വേണം. അതിനിവിടെ വെളിച്ചം വേണം, ക്യാമറ വേണം. ഇപ്പം ഇവിടെ വലകൾ, അതേപോലെ ലെഡ്, പിന്നെ എൻജിൻ അടക്കമുള്ള ആളുകൾ കളവ് ചെയ്തു പോകുന്നുണ്ട്. അത് ഈ മണൽ മാഫിയക്കെതിരെ വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. സഗീർ എന്നൊരു ചെറുപ്പക്കാരൻ്റെ ഇത് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ എന്തായാലും ഇതിനെതിരെയുള്ള നല്ലൊരു മുന്നേറ്റം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ച് കാണണ്ട. ഇപ്പം നേരത്തെ മുഹമ്മദ് പറഞ്ഞ പോലെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വെളിച്ചവും അതേപോലെ തന്നെ ക്യാമറ സ്ഥാപിക്കാനുള്ള പണം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താം. അതിപ്പോൾ നമ്മൾ തൽക്കാലം വേറെ ഒന്നിൻ്റെ പുറകിലേക്ക് പോകണ്ട. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കി വരുന്ന ദിവസങ്ങളിൽ ഇത് ഇനിയും ഇത്തരത്തിലുള്ള മണ്ണെടുപ്പ് തുടർന്ന് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയും അവരെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങളില്ലെങ്കിൽ നമുക്ക് അന്നേരം അതിനെക്കുറിച്ച് ആലോചിച്ച് കാര്യങ്ങൾ പോകാം. ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു വന്നു. പഞ്ചായത്ത് മെമ്പർ സുമിത ഷാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആസ്വൽ, പഞ്ചായത്ത് അംഗങ്ങളായ അംബിക ശിവപ്രിയൻ, ജിജി സാബു, കെ മുഹമ്മദ് റാഫി, അഷ്റഫ് പൂവത്തിങ്കൽ, അസീസ് പാറയിൽ മുഹമ്മദ്, നാസർ മാരാത്ത് എന്നിവർ സംസാരിച്ചു. നൌഷാദ് കറുകപ്പാടത്ത് ചെയർമാനും സുമിത ഷാജി കൺവീനറുമായ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. നൌഷാദ് കറുകപ്പാടത്ത് സ്വാഗതവും PM ലിയാഖത്ത് നന്ദിയും പറഞ്ഞു. ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം. കേരളാസ് ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കംസ് യു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു. ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ്. LKG മുതൽ ഡോക്ടറേറ്റ് വരെ ഈസിയായി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു. PhD, MBA, എഞ്ചിനീയറിംഗ്, B.Pharm, D.Pharm, പോളിടെക്നിക് ഡിപ്ലോമ, ആർട്സ് ആൻഡ് സയൻസ്, ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, CBSE സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ്. എക്സ്പെർട്ട് ഫാക്കൽറ്റി, ഡിജിറ്റൽ ക്ലാസ് റൂംസ്, അഡ്വാൻസ്ഡ് ലാബ്സ്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂൾ, സ്കേറ്റിംഗ്, ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ. നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം. വരൂ, ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മാള, തൃശൂർ. മേക്കിംഗ് എ ഡിഫറൻസ്.